പ്രൈസ് ദി ലോർഡ്. ഭീകരവാദികളുടെ ശക്തി കുറഞ്ഞ് ഇല്ലാതാവുന്ന സമയം എപ്പോൾ എന്ന ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നിപ്പോൾ വിശദീകരിക്കാൻ പോകുന്നത്. ഇത് വായിക്കാം. ഭീകരവാദികൾ എന്നുദ്ദേശിക്കുന്നത് പ്രധാനമായും ഇസ്ലാമിക ഭീകരന്മാരെ കുറിച്ചാണെങ്കിലും ഹിന്ദു ഭീകരതയും മോശമല്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ട്. ഭീകരവാദികൾ മാത്രമല്ല, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളും ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇസ്ലാമിക ഭീകര രാജ്യങ്ങളായ ഇറാൻ, തുർക്കി, ഈജിപ്ത്, പാകിസ്ഥാൻ, ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ, മറ്റ് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങൾ തുടങ്ങിയവയെ സഹായിച്ചുകൊണ്ടാണ് റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത്. എസെക്കിയേൽ 38-39 അധ്യായങ്ങളിലാണ് ഭീകരവാദ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എസെക്കിയേൽ 38 എടുക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്. യഹോവയായ കർത്താവ് പ്രവാളി ചെയ്യുന്നു, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവരെയും ഒട്ടൊഴിയാതെ വാളും പരിചയം പലകയും എടുത്ത് ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലപ്പൊരയും ധരിച്ച പാർസികൾ, കൂശ്യർ, പൂത്തിയർ, ഗോമരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുനിന്നുള്ള തോഗർമ്മ ഗ്രഹവും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളും നിന്നോടുകൂടെ പുറപ്പെടുന്നതാക്കും. ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരുന്ന രാജ്യങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിൽ രോഷ്, മേശക്, തൂബൽ എന്ന് പറയുന്നത് റഷ്യയും റഷ്യയുടെ അടുത്ത് കിടക്കുന്ന തുർക്കിയുമാണ്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമരും. പിന്നെ തോഗർമാഗ്രഹം. പാർസികൾ എന്ന് പറഞ്ഞാൽ ഇറാൻ, കൂശ്യർ എന്ന് പറഞ്ഞാൽ എത്യോപ്യയാണ്, അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളുമൊക്കെയാണ്. പിന്നെ പൂത്യർ എന്ന് പറയുന്നത് ലിബിയയാണ്. പിന്നെ ഗോമറും തോഗർമാഗ്രഹവും എന്ന് പറയുന്നത് തുർക്കിയിലുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പൊ ഇത്രയും രാജ്യങ്ങളാണ് ഇസ്രായേലിനെതിരെ യുദ്ധത്തിനായിട്ട് വരുന്നത്. ഈ രാജ്യങ്ങളുടെ പ്രഭു എന്ന് പറയുന്നത് ഒരു പൈശാചിക ശക്തിയാണ്. മാഗോഗ് ദേശത്തിലെ ഗോഗ്. മാഗോഗ് ദേശം എന്ന് പറഞ്ഞാൽ മംഗോളിയ ദേശം, അതായത് റഷ്യയുടെ ഒരു പ്രധാന ഭാഗം, ചൈന, മംഗോളിയ എന്നീ രാജ്യങ്ങളെ കുറിച്ചാണ് ഈ മാഗോഗ് ദേശം എന്ന് പറയുന്നത്. അതിനെ ഭരിക്കുന്നതായിട്ടുള്ളൊരു പൈശാചിക ശക്തിയുണ്ട്. അത് ചൈനീസ് ഡ്രാഗണാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഗോഗിനെ കുറിച്ചാണ് പറയുന്നത്, അതായത് പൈശാചിക ശക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പിന്നെ താഴത്തോട് വായിക്കാം. 8-ാം വാക്യം. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും, വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം ഒന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഇസ്രായേലിനെതിരെ വരുമെന്നാണ് പറയുന്നത്. നീ മഴക്കോൾ പോലെ കയറി വരും, നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടിയുള്ള പല ജാതികളും മേഘം പോലെ ദേശത്തെ കൂടും. കാർമേഘത്തിന്റെ നിറമാണ് ഈ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾക്കൊക്കെ. അത് മേഘം പോലെ വരുമെന്നാണ് പറയുന്നത്. അപ്പൊ ആകാശത്ത് കൂടെ വരുന്നതായിട്ടുള്ള ഒരു വ്യോമയുദ്ധത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ 17-ാം വാക്യം വരെ 3-ാം ലോകമഹായുദ്ധത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 38-ൽ 18 മുതൽ അതിന്റെ അവസാനം വരെയും, അത് കഴിഞ്ഞിട്ട് 39-ാം അധ്യായം കംപ്ലീറ്റും 4th വേൾഡ് വാറിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ അവസാനമാണ് അർമ്മഗദോൻ യുദ്ധം ഉണ്ടാകുന്നത്. പറയുന്ന രാജ്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. രോഷ്, മേശക്, തൂബൽ സെയിം തന്നെ. അതിന്റെ പ്രഭു ഗോഗ്. ഗോഗ് എന്ന് പറയുന്നത് പൈശാചിക ശക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ യുദ്ധത്തിന്റെ അവസാനത്തിൽ എല്ലാ ഭീകരവാദികളും ഭീകരവാദ രാജ്യങ്ങളും നശിച്ചു പോകും എന്നതിന്റെ അവസാനത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ 26-ാം വാക്യം പറയുന്നത്, ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തി അവരുടെ ശത്രുക്കളുടെ ദേശങ്ങളിൽ നിന്ന് അവരെ ശേഖരിച്ച് പല ജാതികളും കാണുക എന്നെ തന്നെ അവരിൽ വിശുദ്ധീകരിച്ച ശേഷം ആരും അവരെ ഭയപ്പെടുത്താതെ അവർ തങ്ങളുടെ ദേശത്ത് നിർഭയമായി വസിക്കുമ്പോൾ തങ്ങളുടെ ലജ്ജയും എന്നോട് ചെയ്തിരിക്കുന്ന സർവ്വദ്രോഹങ്ങളും മറക്കും. ഇസ്രായേലിനെ അവസാനം രക്ഷിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇത് തന്നെ സഖറിയ പ്രവാചകന്റെ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ശത്രുക്കൾ വലിയ നാശം ഉണ്ടാകുമെന്നും ഇസ്രായേലിന് രക്ഷയുണ്ടാകുമെന്നും അവിടെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. എന്നാൽ വരാനിരിക്കുന്ന അതിഭീകരമായ പ്രകൃതിക്ഷോഭങ്ങൾ കാരണം ഭീകരവാദികൾക്കും ഭീകരരാജ്യങ്ങൾക്കും കനത്ത നാശം സംഭവിക്കും. അധികം താമസിയാതെ നടക്കാൻ പോകുന്ന ലോകവ്യാപകമായ ഭൂകമ്പത്തിൽ ഇക്കാര്യം സംഭവിക്കും. വെളിപ്പാട് 6:12 ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് നോക്കാം. വെളിപ്പാട് 6 അതിന്റെ 12-ാം വാക്യം.
ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. ഒരു ഭീകര ഭൂകമ്പം ഉണ്ടായതായിട്ടാണ് ഇവിടെ പറയുന്നത്. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. എത്ര ഭയങ്കരമായൊരു ഭൂകമ്പമാണെന്ന് പറയുന്നത്. അപ്പോൾ കെട്ടിടങ്ങളൊന്നും ഉണ്ടാവില്ല, അതെല്ലാം നശിച്ചു പോകും എന്നാണ് ഇവിടെ പറയുന്നത്. ആ സമയത്ത് ഭീകരന്മാർക്കും ഇതേപോലെ തന്നെ നാശങ്ങളുണ്ടാവും എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ വെളിപ്പാട് 6-ാം അധ്യായത്തിൽ പറയുന്ന 4-ാം മുദ്ര തുറന്നിരിക്കുകയാണ്. ഇത് ഇസ്ലാമിക ഭീകരത തന്നെയാണ്. പച്ചക്കുതിര അതൊന്ന് കാണിക്കാം. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ളൊരു കുതിരയെ കണ്ടു. മഞ്ഞയല്ല, അത് ക്ലോറോ എന്നാണ് മൂലഭാഷയിൽ കാണുന്നത്. അതിന്മേൽ ഇരിക്കുന്നതിന് മരണം എന്ന് പേര്. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. ഈ ഭീകരന്മാരുടെ പ്രവൃത്തികളും തുടർന്നുള്ള മറ്റു ദോഷങ്ങൾ കൊണ്ടും മരിച്ചുപോകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ അവസ്ഥയിൽ ഇപ്പോൾ ആയിരിക്കുന്നത് ഒരു പരിധിവരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇസ്ലാമിക ഭീകരതയെ അടിച്ചമർത്തുമെങ്കിലും കാര്യമായ നാശം ഭീകരർക്കും ഭീകരന്മാരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കും സംഭവിക്കുന്നത് വെളിപ്പാട് 6-ാം അധ്യായത്തിലെ 6-ാം മുദ്ര തുറക്കുമ്പോൾ മാത്രമാണ്. ഈ വലിയ അനർത്ഥത്തിന് ശേഷം കുറച്ചു നാളത്തേക്ക് ഭീകരവാദികളുടെ അഴിഞ്ഞാട്ടത്തിന് ശമനം ഉണ്ടാകുമെങ്കിലും വീണ്ടും ഇവർ ശക്തി പ്രാപിക്കും. പിന്നെ ഉണ്ടാകാൻ പോകുന്ന ദൈവിക ന്യായവിധികൾക്ക് ശേഷം 3-ാം ലോകമഹായുദ്ധം ഉണ്ടാവുകയും ഭൂമിയിലെ 1/3 ജനങ്ങളുടെ നാശം ഉണ്ടാവുകയും ചെയ്യും. അത് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് 8-9 അധ്യായങ്ങളിലാണ്. ആ എഴുതുന്നെടുക്കാം. വെളിപ്പാട് 8-ൽ പറഞ്ഞിരിക്കുന്നത് 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായി. അതിനുശേഷം 7 ദൂതന്മാര് കാഹളം ഊതിയതായിട്ട് പറയുന്നുണ്ട് 6-ാം വാക്യത്തിൽ. 1-ാമത്തെ ഊതിയപ്പോൾ രക്തം കലർന്ന കാൽമഴയിൽ തേയും ഭൂമിയിൽ ചെരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി. വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. അപ്പൊ അങ്ങനെ പല വിധ കഷ്ടങ്ങൾ ഇതിൽ വരണം. 2-ാമത്തെ ദൂതൻ ഊതുന്നുണ്ട്, 3-ാമത്തെ ദൂതൻ ഊടുന്നുണ്ട്, 4-ാമത്തെ ദൂതൻ ഊതുന്നുണ്ട്. പിന്നെ 9-ാം അധ്യായത്തിൽ പോകാം. അതിൽ പറഞ്ഞിരിക്കുന്നത് 5-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധ ഭൂകത്തിന്റെ കാക്കോൽ ലഭിച്ചു. അപ്പോൾ ഒരു ഭീകരജീവി ഭൂമിയിലേക്ക് പാതാളത്തിൽ നിന്നും പുറത്തു വരുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. അത് മനുഷ്യരെ പറന്നു വന്ന് കുത്തും. തേള് കുത്തുന്നമാര് കുത്തുന്ന പറയണേ. ആ അവസ്ഥയാണ് ഈ 5-ാമത്തെ ദൂതൻ ഊതുമ്പോൾ ഉണ്ടാവുന്നത്. 13-ാം വാക്യത്തിൽ 6-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദൈവസന്നിധിയിൽ സ്വർണ്ണപീഠത്തിന്റെ മുമ്പിൽ നിന്നൊരു ശബ്ദം കാഹളമുള്ള 6-ാം ദൂതനോട് യുഫ്രത്തോസ് എന്ന മഹാനദീ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ 3 കൊല്ലുവാൻ ഇന്ന ആണ്ടു മാസം ദിവസവും നാഴികയ്ക്ക് ഒഴിഞ്ഞിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഒരു മഹായുദ്ധത്തിനെ കുറിച്ചുള്ള കാര്യമാണ് ഈ 6-ാം കാഹളം ഊതുമ്പോൾ സംഭവിക്കുന്നത്. അതിൽ ഭൂമിയിൽ 1/3 ആൾക്കാർ മരിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. 18-ാം വാക്യം വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. കുതിരപ്പട കൊണ്ട് വന്നിരാൻ പോകുന്ന ദോഷത്തെ പറ്റിയാണ് അവർ പറയുന്നത്. ഇത്രയും വലിയ ദോഷം വന്നു കഴിയുമ്പോൾ ലോകത്തിലെ മനുഷ്യർക്ക് നിവൃത്തിയില്ലാതെ സമാധാനം ഉണ്ടാക്കാനായിട്ട് അന്തിക്രിസ്തു വെളിപ്പെടുന്നത് ഈ സമയത്താണ്. ഈ യുദ്ധത്തിന് ശേഷമാണ് അന്തിക്രിസ്തു തന്റെ 7 വർഷ ഭരണത്തിനായി ദാനിയേൽ 9:27 പറയും പ്രകാരം അധികാരത്തിൽ വരുന്നതും തുടർന്ന് 3.5 വർഷം സമാധാനം ഉണ്ടാകുന്നതും. ദാനിയേൽ 9:27 അത് എഴുതിയിട്ടുണ്ട്, അത് വായിക്കാം. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകും ഭോജനയാകും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറയിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നതിന്റെ മേൽ കോപം ചൊരിയും. ആഴ്ചവട്ടം 7 കൊല്ലമാണ്. അതിന്റെ മധ്യത്തിലാണ് ഈ അന്തിക്രിസ്തു യെരുശലേം ദേവാലയത്തിൽ നടക്കുന്നതായിട്ടുള്ള ഹനനയാവും ഭോജനയാഗമൊക്കെ നിർത്തലാക്കി കളയുമെന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വായിക്കാം. ഇതിനുശേഷം വരുന്ന 3.5 വർഷക്കാലം ഭൂമിയിൽ ഭീകരമായ ദുരിതങ്ങൾ ഉണ്ടാവുകയും ആ സമയത്ത് തന്നെ അന്തിക്രിസ്തു ഭീകരഭരണം നടത്തുകയും ചെയ്യും. ഈ കാലഘട്ടം മുഴുവനും 3.5 വർഷം യുദ്ധമുണ്ടാകും. ദാനിയേൽ 9:26 അത് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കാം. 62 ആഴ്ച കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അവൻ ആരുമില്ലെന്ന് വരും. പിന്നെ വരാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും.
അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാവും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവസാനത്തോളം യുദ്ധം ഉണ്ടാകും എന്ന് പറയുന്നത് അന്തിക്രിസ്തുവിന്റെ അവസാന 3.5 years യുദ്ധം ഉണ്ടാകുമെന്നാണ് ഈ പറയുന്നത്. ശൂന്യങ്ങൾ നിർണയിക്കപ്പെടും. അതായത് യുദ്ധത്തിനൊരു അറുതി ഉണ്ടാവും. അതായത് അന്തിക്രിസ്തുവിന്റെ ആദ്യത്തെ 3.5 കൊല്ലം യുദ്ധമില്ല എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതൊരു ശൂന്യകാലമാണ്. അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത് വായിക്കാം. ഭൂമിയിലെ സകല രാജ്യങ്ങളും ഈ സമയത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരും. ഇസ്രായേലിന്റെ കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർ യൂഫ്രട്ടീസ് നദി കടന്ന് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരുമ്പോൾ ഈ യുദ്ധം ബൈബിളിൽ പറയുന്ന ഹർമഗദോൻ യുദ്ധമായി മാറും. വെളിപ്പാട് 16-ാം അധ്യായം 14-16 വാക്യങ്ങളിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കിഴക്കുന്ന രാജാക്കന്മാർ വരുന്ന പറയും. ഈ മാപ്പ് വെച്ച് നോക്കാം. ഇതിലിപ്പോ ഇതാണ് ഇസ്രായേൽ. ഇതിന്റെ കിഴക്കുന്നുള്ള രാജ്യങ്ങൾ ഏതാ? ജോർദാനുണ്ട്, ഇറാഖുണ്ട്, ഇറാനുണ്ട്, പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഇന്ത്യ, കസക്കിസ്ഥാൻ, മംഗോളിയ, ഇതൊക്കെ കിഴക്ക് നിന്നുള്ള രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങള് ഇറാനെതിരെ അവസാന കാലത്ത് ഹർമഗദോൻ യുദ്ധത്തിന് വരുമെന്നാണ് ഇതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് 16-ാം അധ്യായം 14-16 വാക്യങ്ങളിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കളേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഭൂതങ്ങളാണ് ഈ യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഒരുക്കൂട്ടുന്നത് എന്നാണ് പറയുന്നത്. ഇനി 16-ാം വാക്യം വായിക്കാം. അവ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർത്തു. ഇസ്രായേലിലാണ് ഈ പറഞ്ഞ സ്ഥലം. ഈ യുദ്ധത്തിൽ യേശുക്രിസ്തുവിന്റെ ഇടപെടൽ നേരിട്ടുണ്ടാവുകയും ഇസ്രായേലിന്റെ ശത്രുക്കൾക്ക് ഭീകരന്മാർ അടക്കം പൂർണ്ണനാശം സംഭവിക്കും. ഈ സമയത്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത് ശത്രുക്കൾക്ക്. അതേസമയം ഇസ്രായേൽ ജനത്തിന് അവിടെ ഒരു രക്ഷ ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഇറാൻ. ഇവിടെ ഈ ഹോർമുസ് കടലെടുക്കെന്ന് പറയുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇറാനും മറ്റേ ഭാഗം എന്ന് പറയുന്നത് ഒമാനുമാണ്. അപ്പോൾ ഈ കടലിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ സമുദ്ര അതിർത്തിയിൽ നിന്നും 23 കിലോമീറ്റർ വരെ മാത്രമേ ആ രാജ്യത്തിന് അവകാശമുള്ളൂ. ഇവിടെ 40 കിലോമീറ്റർ വീതിയുണ്ട് ഈ കടലെടുക്കിന്. ഇത് ഇത്രയും ഭാഗത്തിന്. അപ്പൊ അത് 2 രാജ്യങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഒന്ന് ഒമാനും മറ്റ് ഇറാൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ 20 കിലോമീറ്റർ ഇറാൻ ഉണ്ടെങ്കിൽ 20 കിലോമീറ്റർ ഒമാൻ ഉണ്ടാവും. പക്ഷേ ഇത് ഇന്റർനാഷണൽ സീ പാസേജ് ആയതുകൊണ്ട് അത് എല്ലാവർക്കും വേണമെങ്കിലും എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. അതാണ് അതിന്റെ നിയമം. ഇറാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറാന്റെയാണെന്ന്. ഇറാനല്ല, യഥാർത്ഥത്തിൽ അവിടെയുള്ള IRGC എന്ന് പറഞ്ഞ ഭീകരന്മാരാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഈ സൊമാലിയൻ കൊള്ളക്കാര് കാണിക്കുന്ന കൊള്ളരായ്മ തന്നെയാണ് ഇവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭ്രാന്താണ്. മനോരോഗത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർമാരോട് ചോദിച്ചാൽ അറിയാം, അവർ പഠിക്കുന്നതാ. സ്പേസ് ഇൻവേഡ് ചെയ്യുന്നത് മനോരോഗം ആണെന്നാണ് പറയുന്നത്. ഒരു രാജ്യം ഒരു രാജ്യത്തിനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലം പിടിച്ചെടുക്കാനാണല്ലോ. ഭ്രാന്താണ് അതെന്നാണ് പറയുന്നത്. റഷ്യ ചെയ്യുന്നത് അത് തന്നെയാണ്, ചൈന ചെയ്യുന്നത് അത് തന്നെയാണ്. അതിൽ രാജ്യങ്ങൾ പിടിച്ചെടുക്കല്ലേ, തൊട്ടടുത്ത രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി അവനെടുക്കണം എന്നുള്ളതിൽ പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഭീകരവാദികളുടെ അമേരിക്കയും ഇസ്രായേലും കൂടി അടിച്ചമർത്തും. എങ്കിലും പിന്നെ അവര് ശക്തി പ്രാപിച്ച് ഇങ്ങനെ പൊങ്ങി വരുമെങ്കിലും അവസാനം യുദ്ധത്തിൽ യേശുക്രിസ്തു ഇവരെ എല്ലാം നശിപ്പിച്ച് ഇസ്രായേലിന് രാജ്യം സ്ഥാപിച്ചു കൊടുക്കും. അതാണ് ഇതിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്.